ചാരായ നിരോധനത്തിന് ശേഷം വി.എം. സുധീരൻ പണം വാങ്ങാറില്ലെന്ന് ടി.എൻ. പ്രതാപൻ എം.എൽ.എ. എലൈറ്റ് ഗ്രൂപ്പ് എം.ഡി. കെ.വി. സദാനന്ദൻ കൊടുത്തയച്ച പണം സുധീരൻ നിരസിച്ചിട്ടുണ്ടെന്ന കാര്യം സദാനന്ദൻ മറച്ചുവെച്ചെന്നും പ്രതാപൻ ആരോപിച്ചു. 2004 തെരഞ്ഞെടുപ്പിൽ ഒഴികെ സുധീരൻ തങ്ങളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്ന് സദാനന്ദൻ റിപ്പോർട്ടറോട് പറഞ്ഞു. 1996 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സദാനന്ദൻ കൊടുത്തയച്ച 50,000 രൂപ വി.എം. സുധീരൻ നിരസിച്ചത് സദാനന്ദൻ പറയാതിരുന്നത് ശരിയായില്ലെന്ന് ടി.എൻ. പ്രതാപൻ പറഞ്ഞു. താൻ അതിന് ദൃക്സാക്ഷിയാണ്. ശ്രീ വി.എം. സുധീരന് ശ്രീ കെ.വി. സദാനന്ദൻ 50,000 രൂപ അന്നത്തെ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന അന്തരിച്ച പി.സി. ധർമ്മമാല മാസ്റ്ററുടെ കയ്യിൽ കൊടുത്തയച്ചിരുന്നു. ആ പണം തനിക്ക് സ്നേഹപൂർവ്വം വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചതുകൂടി ശ്രീ കെ.വി. സദാനന്ദൻ പറയേണ്ടതായിരുന്നു. എന്നാൽ 2004 തെരഞ്ഞെടുപ്പിൽ ഒഴികെ സുധീരൻ പണം വാങ്ങിയിട്ടുണ്ടെന്ന് എലൈറ്റ് ഗ്രൂപ്പ് എം.ഡി. സദാനന്ദൻ പറഞ്ഞു. പണം ചോദിച്ചു വാങ്ങുന്ന കാര്യത്തിൽ സുധീരൻ മറ്റു പല നേതാക്കളെക്കാളും മാന്യനാണ്. വ്യക്തിപരമായ ആവശ്യത്തിന് സുധീരൻ പണം ഉപയോഗിച്ചതായി അറിയില്ല. സുധീരൻ പണം നിരസിച്ച വിവരം തനിക്കറിയാം. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഇലക്ഷന് വന്നപ്പോൾ ഞാൻ കൊടുത്തയച്ച പൈസ തിരിച്ചു കൊടുത്തയച്ചിരുന്നു. അതിക്ക് മുമ്പ് കൊടുത്തയച്ചതൊക്കെ മേടിച്ചിട്ടുണ്ട്. സംഭാവന ചോദിച്ചു തന്നെ വാങ്ങിയിട്ടുണ്ട്. മറ്റുള്ള രാഷ്ട്രീയക്കാരെ പോലെ അരിക്കടി ആവശ്യത്തിൽ കൂടുതൽ പൈസ ചോദിക്കാറുണ്ട്, മേടിക്കാറില്ല. മദ്യവ്യാപാരികളിൽ നിന്ന് സുധീരൻ പണം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ സുധീരനോ പ്രതാപനോ നിഷേധിച്ചിട്ടില്ലെന്ന് രാജ്കുമാർ ഉണ്ണി പറഞ്ഞു. 91, 92, 93, 97 വരെ എന്ന് ഞാൻ അക്കമിട്ട് പറഞ്ഞു. വാഹനം ഉപയോഗിച്ചു, ഇന്നത് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. അത് ഇവരാരും നിശ്ചയിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട എം.എൽ.എ. ടി.എൻ. പ്രതാപനും നിശ്ചയിച്ചിട്ടില്ല, വി.എം. സുധീരനും നിശ്ചയിച്ചിട്ടില്ല. ശ്രീനാരായണ ധർമ്മം പ്രചരിപ്പിക്കുന്നവർ മദ്യവിൽപ്പനയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് സുധീരൻ കഴിഞ്ഞ ദിവസം അരുവിപ്പുറത്ത് പറഞ്ഞതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് 1991 മുതൽ 2011 വരെ സുധീരൻ ഉപയോഗിച്ചത് മദ്യവ്യവസായിയുടെ കാറാണെന്ന ആരോപണം ഉന്നയിച്ച് ബാർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി രംഗത്തെത്തി. ആരോപണം മദ്യവ്യവസായി ദിലീപ് സ്ഥിരീകരിച്ചു. മദ്യവ്യവസായികളിൽ നിന്ന് ബ്ലാങ്ക് ചെക്ക് വാങ്ങിയാണ് സുധീരൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതെന്നും രാജ്കുമാർ ഉണ്ണി ആരോപിച്ചു. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനായി തങ്ങളിൽ നിന്നും മറ്റു ബാർ ഉടമകളിൽ നിന്നും സുധീരൻ സാമ്പത്തിക സഹായം വാങ്ങിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് എലൈറ്റ് ഗ്രൂപ്പ് എം.ഡി. സദാനന്ദനും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയതോടെയാണ് വിവാദം കൊഴുത്തത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.